നമുക്ക് 18-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. 18 പറഞ്ഞു, 19-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ദരത് സരഭസച്ഛിദ്രാവാതവാതേന ശബ്ദിതം പത്മനാള പ്രണാളാന്തർജ്വലധർണവവാടവം. ശിഷ്യൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേർന്നു മുനി. അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ദരന്തി സരഭസാനി യാന്യപാനാദിഛിദ്രാണി തേഷ്വാവാതേന നിർഗതേന വാതേന ശബ്ദിതം സഞ്ജാതശബ്ദം ഹൃദയപത്മനാളസ്യ പ്രണാളം ഛിദ്രം തദന്തർജ്വലൻ അർണവ വാടവ ഇവ ജാഠരാഗ്നിർ യസ്മിൻ. ജഠരാഗ്നി, ഹൃദയത്തിൻ്റെ തൊട്ട് താഴെയാണ് വയറ്. ആ വയറിലാണ് ജാഠരാഗ്നി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ അപാനൻ അധോഗതിയാണ്, താഴോട്ടാണ് പോകുന്നത്. പ്രാണന് ഊർധ്വഗതിയാണുള്ളത്. ഈ പ്രാണനും അപാനനും മുകളിലും താഴെയുമായി ചലിക്കുമ്പോൾ ശബ്ദമുണ്ടാകും. വായുവാണല്ലോ, കാറ്റിന് ശബ്ദമെന്നുള്ളൊരു ഗുണമുണ്ട്. ഈ ശബ്ദം വാസ്തവത്തിൽ ആകാശത്തിൻ്റെ ഗുണമാണ്. ആകാശത്തിൽ നിന്നുണ്ടായ ഭൂതമാണ് വായു. അപ്പോൾ ആകാശത്തിൻ്റെ തനതായ ഗുണം ശബ്ദവും വായുവിൻ്റെ തനതായ ഗുണമാണ് സ്പർശം. അങ്ങനെ രണ്ട് ഗുണങ്ങളോട് കൂടിയതാണ് വായു. അപ്പോൾ അതിന് ശബ്ദവും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന വായുക്കളുടെ ശബ്ദം കൊണ്ട് ശരീരത്തിൻ്റെ അന്തർഭാഗം എപ്പോഴും മുഖരിതമായിരിക്കും. ഹൃദയപത്മനാളസ്യ പ്രണാളം ഛിദ്രം. ഹൃദയം എന്ന് പറയുന്നത് തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു താമര മൊട്ടിൻ്റെ ആകൃതിയിലാണെന്ന്. സാധാരണ ആൾക്കാരുടെ ഹൃദയം എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്യുന്ന അവയവമല്ല, അനുഭവ കേന്ദ്രം. ഈ ഞാനെന്നുള്ള അനുഭവം എവിടെയാണോ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, അതാണ് വാസ്തവത്തിൽ ഹൃദയം. അത് സൂക്ഷ്മമാണ്, അത് സ്ഥൂലമായ ഒന്നല്ല. അതിനെ യോഗികൾ വർണ്ണിക്കുന്നത് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു താമര മൊട്ട് പോലെയാണ്. ഈ ഹൃദയത്തിൽ പ്രാണൻ പ്രസരിക്കുമ്പോൾ താമര വിടരുന്നത് പോലെ ഈ മൊട്ട് നേരെ നിവർന്നു നിൽക്കും. എന്നിട്ട് അത് വിടരും പ്രാണവായു കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. ഹൃദയപത്മനാളം, ഹൃദയം എന്ന് പറയുന്നത് ഒരു താമരയോ താമര മൊട്ടോ പോലെയാണ്. അതിൻ്റെ നാളം, ആ നാളം വയറിലേക്കാണ്, താഴോട്ടാണ് താമരയുടെ നാളം വരുന്നത്. തദന്തർജ്വലൻ അർണവ വാടവ ഇവ ജാഠരാഗ്നിർ യസ്മിൻ. സമുദ്രത്തിൻ്റെ അടിയിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുണ്ട് എന്നാണ് കവിസങ്കല്പം. അതിനെയാണ് ബടവാഗ്നി, ബാടവാഗ്നി എന്നൊക്കെ പറയുന്നത്. ആ അർണവം, സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ബാടവാഗ്നി പോലെ ജാഠരാഗ്നി ശരീരത്തിൻ്റെ അന്തർഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു. തഥാചോക്തം മഹോപനിഷതി. ഇവിടെ വ്യാഖ്യാതാവ് മഹോപനിഷത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷൻ ഗാങ് അല്ല, കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക. ഒരു പുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരു പുസ്തകത്തിൽ നിന്നുള്ള സമാനമായ സാന്ദർഭികമായ ചില ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നതിനാണ് ഉദ്ധരണി എന്ന് പറയുന്നത്, ഉദ്ധരിക്കുക. അപ്പോൾ മഹോപനിഷത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ് വ്യാഖ്യാതാവ്. പത്മകോശ പ്രതീകാശം ഹൃദയഞ്ചാപ്യധോമുഖം ഇത്യുപക്രമ്യ തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ വഹ്നിശിഖ അണീയോർധ്വ വ്യവസ്ഥിത ഇതി. ഇതേ മന്ത്രം, വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസത്തോടു കൂടി ഇതേ മന്ത്രം നാരായണ സൂക്തത്തിലും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. പത്മകോശ പ്രതീകാശം. പത്മകോശം എന്ന് പറഞ്ഞാൽ താമര മൊട്ട്. പത്മം താമര, കോശം എന്ന് പറഞ്ഞാൽ താമരയുടെ മൊട്ട എന്നർത്ഥം.
പത്മകോശത്തെ പോലെയുള്ളതും അധോമുഖമായും സ്ഥിതി ചെയ്യുന്ന ഒരു സൂക്ഷ്മ അവയവമാണ് ഹൃദയം. അധോമുഖം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, തലകുമ്പിട്ട് നിൽക്കുന്ന താമരമൊട്ട് പോലെ. അല്ലെങ്കിൽ താമരമൊട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയല്ല, ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന താമരമൊട്ട്, അതുപോലെയാണ് ഹൃദയം. അതിൻ്റെ മുഖം, ആ താമരമൊട്ടിൻ്റെ മുഖം താഴോട്ടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതല്ല. അതുപോലെയാണ് ഈ സൂക്ഷ്മമായ ഹൃദയം എന്ന് ആരംഭിച്ച് തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ ബന്ഹിശിഖ അണീയോർധ്വ വ്യവസ്ഥിത ഇതി. ആ സൂക്ഷ്മ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സുഷിരമുണ്ട് എന്നാണ്. ഹൃദയം എന്ന് പറയപ്പെടുന്ന ആ അവയവം തന്നെ വളരെ സൂക്ഷ്മമാണ്. അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായ ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിലാണ് ഒരു ജീവൻ പ്രവേശിക്കുന്നത്. ഗർഭകോശത്തിലിരിക്കുന്ന ഒരു ശിശുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മമായ നമ്മൾ ഈ വർണ്ണിച്ച രീതിയിലുള്ള ഹൃദയമാണ്. അവിടെ ഒരു സുഷിരമുണ്ട്. ഈ സുഷിരത്തിൽ കൂടെയാണ് ജീവൻ ആ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സൂക്ഷ്മമായ സുഷിരം അതെന്താണെന്ന് ചോദിച്ചാൽ തസ്മിൻ സർവം പ്രതിഷ്ഠിതം, അതിനകത്താണ് എല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. സകലതിൻ്റെയും കേന്ദ്രം ഈ അതിസൂക്ഷ്മമായ സുഷിരമാണ്. എന്താണത്? ശുദ്ധബോധമെന്നർത്ഥം. സുഷിരം എന്ന് പറഞ്ഞാൽ ഓട്ട, ദ്വാരം എന്നുള്ള അർത്ഥം സ്വീകരിക്കേണ്ട, അത്യന്തം സൂക്ഷ്മമായ ഒന്ന് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ എല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം ഈ സൂക്ഷ്മമായ കേന്ദ്രത്തിലാണ് എന്ന് പറഞ്ഞാൽ ചിത്തിലാണ്. തസ്യ മധ്യേ വന്ഹിശിഖ, ആ സൂക്ഷ്മമായ ദ്വാരത്തിൻ്റെ ഉള്ളിൽ അഗ്നിജ്വാല പോലെ ഒന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അണീയ ഊർധ്വ, മുകളിലേക്കാണ് ആ ജ്വാല ജ്വലിക്കുന്നത്. അത് അത്യന്തം സൂക്ഷ്മമാണ്. വ്യവസ്ഥിത, അതങ്ങനെ നിശ്ചലമായി ഉറച്ചു സ്ഥിതി ചെയ്യുന്നു. നാരായണോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്തുണ്ട്. നാരായണ സൂക്തം എന്നാണ് അതിനെ പറയുന്നത്. ശരിക്കും ചിലർ നാരായണ ഉപനിഷത്ത് എന്ന് പറയും. അതിലും ഇതേപോലെയുള്ള വർണ്ണനയാണ്. പത്മകോശപ്രതീകാശകം ഹൃദയഞ്ചാപ്യധോമുഖം അധോ നിഷ്ട്യാവിതസ്ത്യാന്തേ നാഭ്യാമുപരി തിഷ്ഠതി. നാഭിക്ക് അല്പം മുകളിലായിട്ടാണ് ഈ സൂക്ഷ്മമായ ഹൃദയം എന്നുള്ള അവയവത്തിൻ്റെ അനുഭവം. തസ്യ മധ്യേ വന്ഹിശിഖ അണീയോർധ്വാ വ്യവസ്ഥിതഃ നീലതോ യദമധ്യസ്ഥാദ് വിദ്യുല്ലേഖേ ബഭാസ്വര. മിന്നൽ പിണർ പോലെ നീലപ്രകാശത്തിൽ ജ്വലിക്കുന്ന ഒരു അഗ്നി ആ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ ബോധാനുഭവത്തെയാണ്, വ്യക്തമായ ആ ചിദനുഭവത്തെയാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത്. നീലതോ യദമധ്യസ്ഥാദ് വിദ്യുല്ലേഖേ ബഭാസ്വര നീവാരശൂകവത് തന്വീ പീതാഭാസ്വത്യണൂപമാ. നീവാരം എന്ന് പറഞ്ഞാൽ നെല്ല്. നെല്ല് കണ്ടിട്ടില്ലേ? നെല്ലിൻ്റെ മുന, അതിൻ്റെ അറ്റത്തിൽ അല്പം ഈ മൂർച്ചയുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ സൂക്ഷ്മമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. നീവാര ശൂകം എന്ന് പറഞ്ഞാൽ ആ നെല്ലിൻ്റെ ഒരറ്റം. അതുപോലെ ചെറുതാണ് ഈ അഗ്നി. പീതാഭ, മഞ്ഞ നിറം. നീലാഭ എന്ന് ആദ്യം പറഞ്ഞു. പീതാഭാസ്വതി, അണൂപമ, മഞ്ഞ നിറത്തിലും അത് പ്രകാശിക്കാറുണ്ട്. അണുവിനേക്കാളും സൂക്ഷ്മമാണ്. സ്വത്യണൂപമ. തസ്യാ ശിഖായാ മധ്യേ പരമാത്മാ വ്യവസ്ഥിതഃ. ആ അഗ്നിജ്വാലയുടെ മധ്യത്തിൽ പരമാത്മാവ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായി ആ ജ്വാലയുടെ മധ്യത്തിൽ യോഗിമാർ ഈ ആത്മതത്വത്തെ കണ്ടെത്തുന്നു. പ്രകാശിക്കുന്ന ആ ചൈതന്യത്തെ അവർ
സാക്ഷാത്കരിക്കുന്നു. ആരാണ് ഈ പരമാത്മാവ്? സബ്രഹ്മ സശിവ സഹരിസേന്ദ്രസോക്ഷരഃ പരമസ്വരാട്. ബ്രഹ്മാവും ശിവനും ഹരിയും മഹാവിഷ്ണുവും ഇന്ദ്രനും അക്ഷരവുമായ ബ്രഹ്മവും ഇത് തന്നെ. എല്ലാം ഇതാണ്. പ്രപഞ്ചവും പ്രപഞ്ചഘടകങ്ങളും പ്രപഞ്ചഘടകങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും ത്രിമൂർത്തികളും എല്ലാം തന്നെ ഈ ചിത്തിൻ്റെ വിവിധ പ്രകടനങ്ങളാണ്. ഇങ്ങനെയാണ് നാരായണ സൂക്തത്തിലുള്ള വിവരണം. പത്മനാള പ്രണാളാന്തർ ജ്വലധർണവ ബാടവം, അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിലത് പദാർത്ഥ നീരന്ധ്രം സിതമച്ഛം സവായുഭിഃ ക്വചിത് സൗമ്യം ക്വചിത് ക്ഷുബ്ധം ചോരൈരിവ പുരം നിശി. മിളത് പദാർത്ഥ നീരന്ധ്രം, അനേകം പദാർത്ഥങ്ങൾ, സ്രവങ്ങൾ ഈ സൂക്ഷ്മ ശരീരത്തിലൂടെ, അതുപോലെ ഈ പഞ്ചപ്രാണന്മാരും എല്ലാം ഇങ്ങനെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിൽ പദാർത്ഥങ്ങളുടെ ബാഹുല്യം നമുക്ക് കാണാൻ പറ്റും. സിതം എന്ന് പറഞ്ഞാൽ ബദ്ധം, വളരെ ഉറച്ചതാണ്. സൂക്ഷ്മമായ പ്രാണൻ്റെ ചാനലുകളായ നാഡികൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ കാണപ്പെടുന്നു. അച്ഛം, നിർമ്മലങ്ങളാണ് ഈ നാഡികൾ. നാഡികൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളാണ്. അതിലൂടെയാണ് ഈ പ്രാണശക്തി സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സവായുഭിഹി, 5 തരത്തിലുള്ള വായുക്കളും ഈ നാഡികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ക്വചിത് സൗമ്യം ക്വചിത് ക്ഷുബ്ധം. ഈ നാഡികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായു ചില സ്ഥലങ്ങളിൽ സൗമ്യമായിട്ടാണ് സഞ്ചരിക്കുക, മറ്റ് ചില സ്ഥലങ്ങളിൽ ക്ഷുബ്ധമായിട്ടാണ് സഞ്ചരിക്കുക, ക്ഷോഭിക്കും. ഇപ്പോൾ ഒരു നദി ഒഴുകുമ്പോൾ ചില സ്ഥലങ്ങളിലൂടെ ഒഴുകുമ്പോൾ അത് ശാന്തമായി ഒഴുകും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂലം കുത്തി ഒഴുകും, നുരയും പതയും ഒക്കെ ആയിട്ട് ഒഴുകും. അപ്പോൾ ഒരു നദിയുടെ സഞ്ചാരമാർഗത്തിൽ നമുക്ക് ഈ വ്യത്യസ്തതകൾ കാണാൻ പറ്റും. അതുപോലെയാണ് ഈ പ്രാണൻ്റെയും നാഡികളിലൂടെയുള്ള സഞ്ചാരം. ചില സ്ഥലങ്ങളിൽ സൗമ്യമാണ് അതിൻ്റെ ഗതി, ചില സ്ഥലങ്ങളിൽ ക്ഷുബ്ധമാണ്. ചോരൈരിവ പുരം നിശി, അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു നഗരത്തിൽ രാത്രി വേളയിൽ ചില സ്ഥലങ്ങളിൽ കള്ളന്മാർ കയറും കക്കാൻ വേണ്ടി. ചില സ്ഥലങ്ങളിൽ ഈ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകത്തില്ല, ആ ഭാഗം ശാന്തമായിരിക്കും. അതുപോലെ ഒരു നഗരത്തിൻ്റെ 2 വ്യത്യസ്ത ഭാഗങ്ങൾ 2 പ്രകാരത്തിൽ കാണപ്പെടുന്നത് പോലെയാണ് ഈ നാഡികളുടെ ഉള്ളിലുള്ള വായുവിൻ്റെയും സ്ഥിതി, പ്രാണശക്തിയും. ചില സ്ഥലങ്ങളിൽ അത് ക്ഷോഭിക്കും, ചില സ്ഥലങ്ങളിൽ ആ പ്രാണശക്തി കെട്ടിക്കിടക്കും, ചില സ്ഥലങ്ങളിൽ സ്മൂത്തായിട്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കും. സ്മൂത്തായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നാൽ അവിടെ വേദനയൊന്നുമില്ല. പ്രാണശക്തി എവിടെയെങ്കിലും കെട്ടിക്കിടന്നാൽ ആ സ്ഥാനങ്ങളിൽ വേദന ഉണ്ടാവും. അതാണ് വാദം എന്ന് പറയുന്നത്. വാദം എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പ്രാണവായു അല്ലെങ്കിൽ പ്രാണശക്തി എന്നർത്ഥം. അത് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ ശരീരം ആരോഗ്യത്തോടു കൂടിയിരിക്കും. മിലദ്ഭിർ വാസനാമയൈഹി പദാർത്ഥൈഹി നീരന്ധ്രം നിബിഡിതം. വാസനകളും ഈ പ്രാണനോടുകൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാസനകളാൽ നിബിഡമാണ്. ഇതെല്ലാം സൂക്ഷ്മമാണ്. പ്രാണൻ, വാസന, ഈ നാഡികൾ, ഇതെല്ലാം തന്നെ അത്യന്തം സൂക്ഷ്മങ്ങളാണ്. സൂക്ഷ്മ ബുദ്ധികളായ യോഗികൾക്ക് മാത്രമേ ഇവയെക്കുറിച്ച് അറിയാൻ പറ്റൂ. അവർക്ക് വ്യക്തമായി ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇതൊക്കെ ഒരു കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പോലെ, നാഡികളെന്ന് പറഞ്ഞാൽ കുഴലുകളാണ്. കുഴലുകളിലൂടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് അനുഭവിക്കണമല്ലോ. അപ്പോൾ അനുഭവിച്ചാലേ അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വാസനാമയങ്ങളായ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, മനസ്സിൻ്റെ ക്ഷോഭങ്ങൾ, ഇതെല്ലാം ഈ നാഡികളിലൂടെയാണ് സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ
സവായുഭിരിന്ദ്രിയൈഹി സിതം ബദ്ധം. ഈ വായുക്കൾ, പ്രാണനാണ് ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളുമായി ഈ പ്രാണൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷ്യാത്മസ്വഭാവേന തു അച്ഛം. എന്നാൽ സാക്ഷിയായ ആത്മാവ് തന്നെയാണ് ഈ പ്രാണശക്തിയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യന്തം അച്ഛമാണ് എന്ന് പറഞ്ഞാൽ സ്വച്ഛം, നിർമ്മലം, പരിശുദ്ധമാണ്. ഈ ചലനം, സങ്കല്പങ്ങൾ, വാസനകൾ അതൊക്കെ മലിനങ്ങളാണ്, മാലിന്യങ്ങളാണ് മനസ്സിലുള്ള. ചിത്തവൃത്തിഭേദൈഹി പ്രദേശഭേദൈശ്ച ക്വചിത് സൗമ്യം ക്വചിത് ക്ഷുബ്ധം. ചിത്തവൃത്തികളുടെ വ്യത്യാസത്തിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ഈ പ്രാണശക്തി ക്ഷോഭിക്കും, ചില സ്ഥലങ്ങളിൽ അത് ശാന്തമായി കാണപ്പെടും. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഈ പ്രാണശക്തി ഒരേപോലെയല്ല സഞ്ചരിക്കുന്നത്. രസനാദപരൈർനാഡീ മാർഗവിദ്യാധരാധ്വഗൈഃ സഞ്ചരദ്ഭിർവൃതം പാദൈരാകാരാർദ്ധാർദ്ധഗീതിഭിഃ. രസനാദപരൈർ നാഡീമാർഗവിദ്യാധരാധ്വഗൈഃ കോഷ്ഠഗതാനാം അന്നരസാനാം നാദേ ധ്വനനേ തത്പരൈഃ അതയേവ നാഡീമാർഗേഷു ഗായദ് വിദ്യാധരാധ്വഗപ്രായൈഃ സഞ്ചരദ്ഭിഃ വാതൈർവൃതം. ഈ സൂക്ഷ്മശരീരം സദാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അന്നരസം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അതിൻ്റെ സ്ഥൂലമായ ഭാഗമല്ല, അന്നത്തിൻ്റെ സൂക്ഷ്മമായ ഭാഗം ഈ നാഡികളിലൂടെ ഒഴുകുന്നു. അന്നത്തിൻ്റെ സൂക്ഷ്മമായ ഭാഗമാണ് പ്രാണനായി മാറുന്നത്. അപ്പോൾ ആ പ്രാണശക്തി നാഡികളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രവഹിക്കുമ്പോൾ ധ്വനി, ശബ്ദം കേൾക്കും. തത്പരൈരതയേവ നാഡീമാർഗേഷു. ഈ നാഡീമാർഗങ്ങളിലൂടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചലിക്കുന്ന പ്രാണശക്തി അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ആകാശത്തിലൂടെ പാടി നടക്കുന്ന വിദ്യാധരന്മാരെ പോലെയാണ്. വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ എന്നൊക്കെ പറയും. അവർ നല്ല പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരാണ്, ഗായകന്മാരാണ്. ആ വിദ്യാധരന്മാർ, ആകാശസഞ്ചാരികളായ വിദ്യാധരന്മാരെ പോലെ നാഡികളുടെ നടുക്കുകൂടെ ഈ പ്രാണശക്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പ്രവഹിക്കുന്നു. ദ്വിമാത്ര ആകാരസ്തദർത്ഥമേകമാത്രസ്തദർത്ഥോർദ്ധമാത്രശ്ച ഗീതിഷു യേഷാം. പാട്ട് പാടുമ്പോൾ അതിൽ മാത്രകളുണ്ട്. ഒരു മാത്ര, രണ്ട് മാത്ര, അതുപോലെ അരമാത്ര എന്നൊക്കെയുണ്ട്. രണ്ട് മാത്ര എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരങ്ങളൊക്കെ രണ്ട് മാത്രകളാണ്. ആ, ഈ, ഊ, പാ, തേ. ഈ ദീർഘാക്ഷരങ്ങൾക്കെല്ലാം രണ്ട് മാത്രകളാണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു മാത്രയാണ്. ഹ്രസ്വമായ അക്ഷരങ്ങൾ അ, ഇ, ഉ, ത, ന, പ, ല, ള, വ, ര, യ അതെല്ലാം ഒറ്റ മാത്രയുള്ള അക്ഷരങ്ങളാണ്. പിന്നെ അർത്ഥത്തിൻ്റെ അർത്ഥം അല്ല, മാത്രയുടെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അരമാത്ര. അങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങളും ഈ പ്രാണശക്തി പുറപ്പെടുവിക്കുന്നു. ആ പ്രാണൻ ഇങ്ങനെ ഒഴുകുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും. ഗീതിമാത്രസ്യ വാദസാധ്യത്വാദിതി ഭാവഃ. ശക്തി, ആ പ്രാണൻ പ്രവഹിക്കുമ്പോൾ ശബ്ദം ഉണ്ടായേ പറ്റൂ എന്നാണ്. അതുകൊണ്ട് ആ ശബ്ദങ്ങളെ കൊണ്ട് മുഖരിതമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. തദഹം ഹൃദയം ജന്തോരാവിശം വിഷമാന്തരം നരോവയവ സമ്പാദം നരവൃന്ദമിവാധികഃ. അങ്ങനെ ഞാൻ ഈ പ്രാണസ്വരൂപിയായി നാഡികളുടെ നടുക്കുകൂടെ ഒഴുകി സഞ്ചരിച്ച് ശിഷ്യൻ്റെ ഹൃദയസ്ഥാനത്തെത്തി. തദഹം ഹൃദയം ജന്തോരാവിശം. ഞാൻ ആ ശിഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. വിഷമാന്തരം, അവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റില്ല. അത് അത്യധികം പ്രയാസമുള്ള ഒരു കർമ്മമാണ്. ഒരു ജീവിയുടെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കുക, ശരീരത്തിനകത്ത് പ്രവേശിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്.
ശരീരത്തിൻ്റെ ഉള്ളിലാണ് സൂക്ഷ്മമായ ഹൃദയം, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലാണ് ആ സൂക്ഷ്മ ഹൃദയം. അതിനകത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. യഥാ അധിക ശ്രേഷ്ഠോ നരഹ, അധികൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രേഷ്ഠനായ വ്യക്തി നരാവയവൈഹി സമ്പാദം നിരവകാശം നരവൃന്ദം വിശദി തദ്വത്. ഒരു ജീവൻ മറ്റൊരു ജീവിയുടെ സൂക്ഷ്മ ശരീരത്തിൽ കടന്ന് ആ ഹൃദയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഏതുപോലെയാണ് അതെന്ന് ചോദിച്ചാൽ, ശ്രേഷ്ഠനായ ഒരു വ്യക്തി, ആ വ്യക്തി അനേകം ആളുകൾ തിങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു മുറിക്കകത്ത് അവരുടെ ഇടയ്ക്ക് കൂടെ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നത് പോലെയാണ് എന്നാണ്. ആൾറെഡി ഒരു മുറിക്കകത്ത് ഒരു 10 ചെറിയ മുറിയാണ്, ഒരു 10-12 പേര് അതിനകത്ത് ഉണ്ട്, നിന്ന് തിരിയാനിടവില്ല. അതിൻ്റെ ഇടയ്ക്ക് പുതിയതായി ഒരാൾ കൂടെ ഇവരുടെ ഇടയ്ക്ക് കയറി വന്ന് ഇവരുടെ കൈയും കാലും ശരീരമൊക്കെ മാറ്റിക്കൊണ്ട് ഇയാളും കൂടെ അതിനകത്ത് കയറി വന്നാൽ നുഴഞ്ഞു കയറ്റക്കാരെ പോലെ, ഇങ്ങനെ നുഴഞ്ഞു കയറുന്നത് പോലെയാണ് ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ്റെ പ്രാണൻ അല്ലെങ്കിൽ മറ്റൊരു ജീവാത്മാവ് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്നാണ്. ഒട്ടും തന്നെ സ്ഥലമില്ല. അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് ഒരു പുതിയ ആൾ എങ്ങനെയാണോ തൻ്റെ ശരീരവുമായി തിങ്ങി ഞെരുങ്ങി അവരുടെ ഇടയ്ക്ക് കയറുന്നത്, അതുപോലെയായിരുന്നു ഞാൻ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത്. അവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളൂ. ഒക്കെ നിബിഡമാണ്, സാന്ദ്രമാണ്. പല സംഭവങ്ങളും ആ സൂക്ഷ്മ ശരീരത്തിലുണ്ട്. അപ്പോൾ തിങ്ങി ഞെരുങ്ങി വേണം അതിൻ്റെ ഇടയ്ക്കൂടെ ആ ഹൃദയത്തിലെത്താൻ. അനന്തരമഹം പ്രാപ്തസ്തേജോധാതും ഹൃദന്തരേ ദൂരസ്ഥമിവ യത്നേന രാത്രാ ബിന്ദുമിവാർക്കരുകേ. ഹൃദയത്തിലെത്തിയ ഞാൻ അവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോയി? ഓരോ സ്ഥലത്ത്, ഇവിടുന്ന് കൊല്ലമെത്തി, കൊല്ലത്തു നിന്ന് എങ്ങോട്ടാണ് പോയത്? കൊല്ലത്തു നിന്ന് കോട്ടയത്തേക്കാണ് പോയത്, കോട്ടയത്തു നിന്ന് തൃശ്ശൂരാണ് പോയത് എന്ന് പറയുന്നത് പോലെ ഈ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കുകയാണ് മുനിയുടെ പ്രാണൻ. അത് കഴിഞ്ഞ് ഞാൻ തേജോധാതും ഹൃദന്തരെ, ശിഷ്യഹൃദയത്തിലുള്ള തേജസ്സാകുന്ന ധാതു, തേജസ്, ഇതുവരെ പറഞ്ഞത് പ്രാണൻ്റെ കാര്യമാണ്. പ്രാണൻ വായുവാണ്, സൂക്ഷ്മമായ പ്രാണശക്തി. ആ പ്രാണശക്തിയെ വിനിയോഗിച്ച് ശിഷ്യൻ്റെ ഹൃദയത്തിലെത്തിയപ്പോൾ അവിടെ തേജോമയമായ ധാതുവിനെ കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ആത്മസ്ഥാനമാണ്, പ്രകാശം. ആ ധാതുവിൽ ഞാൻ എത്തിച്ചേർന്നു. അത് ഹൃദയാന്തർഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ദൂരസ്ഥമിവ യത്നേന രാത്രാ ബിന്ദുമിവാർക്കരുക്, അത് അല്പം ദൂരെയായിരുന്നു. പക്ഷേ ഞാൻ പണിപ്പെട്ട് ബുദ്ധിമുട്ടി ആ തേജസ്സാകുന്ന ധാതുവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ഇങ്ങനെ വായുവിൽ നിന്നാണ് അഗ്നി. അപ്പോൾ പ്രാണൻ കഴിഞ്ഞ് തേജസ്സിലേക്ക് പോവുകയാണ്. ഏതുപോലെയാണ് പ്രവേശിച്ചതെന്ന് ചോദിച്ചാൽ, രാത്രിയിൽ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ ലയിക്കുന്നത് പോലെ. അങ്ങനെയാണ് കവിസങ്കല്പം. അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ സൂര്യൻ്റെ പ്രകാശത്തെ അത് ചന്ദ്രന് നൽകിയിട്ടാണ് സൂര്യദേവൻ പോകുന്നതെന്നാണ്. അഗ്നിക്ക് സമർപ്പിക്കുന്നു എന്നൊരു വാദവുമുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിൽ അഗ്നിക്ക് പ്രകാശം കൂടുതലുള്ളത്. അഗ്നിയുടെ പ്രകാശം എപ്പോഴും ഒരുപോലെയാണ്. ഈ സൂര്യപ്രകാശത്തിൽ അത് മങ്ങിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ രാത്രി നമ്മൾ കാണുന്ന പൗർണമി, പൂർണ്ണചന്ദ്രൻ്റെ ആ നിലാവെന്ന് പറയുന്നത് വാസ്തവത്തിൽ സൂര്യപ്രകാശം തന്നെയാണ്. ആ സൂര്യപ്രകാശം എങ്ങനെയാണോ രാത്രിയിൽ ചന്ദ്രനിൽ മങ്ങിയ തോതിൽ തീവ്രത കുറഞ്ഞ് പ്രതിഫലിക്കുന്നത്, അതുപോലെ ഞാൻ ദൂരെ നിന്ന് ഈ ശിഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആ ചൈതന്യത്തെ വളരെ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് കണ്ടു. അത് വായിച്ചു. തേജോധാതും ജഠരാഗ്നിലക്ഷണസ്യ തേജസ്സാരം. ആത്മതേജസ്സിനെ അല്ല കണ്ടത്, ആത്മതേജസ്സിനെ അങ്ങനെ കാണാൻ പറ്റില്ല.
ഇവിടെ തേജോ ധാതു എന്നതുകൊണ്ട് ജാഠരാഗ്നിയാണ് പറയുന്നത്. അതായത് ഹൃദയത്തിലെത്തിയിട്ട് ആ ഹൃദയത്തിൽ നിന്ന് ഉദരത്തിലുള്ള ജാഠരാഗ്നിയെ കാണുകയാണ്. അതിനെയാണ് തേജോ ധാതു എന്ന് പറയുന്നത്. തേജസാരം തേജോരൂപ അഹം യത്നേന പ്രാപ്ത. ഞാൻ തേജോരൂപിയായി നിന്നുകൊണ്ടാണ് ജാഠരാഗ്നിയെ കണ്ടത്. കാരണം ജാഠരാഗ്നി എന്ന് പറയുന്നത് പ്രാണൻ്റെ ഒരു പ്രവൃത്തിയാണ്. പ്രാണൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ജാഠരാഗ്നി ജ്വലിക്കുന്നത്. ജാഠരാഗ്നിയെ നമുക്ക് കാണാൻ പറ്റില്ല, അതാണ് വിശപ്പായി നമുക്ക് അനുഭവപ്പെടുന്നത്. അത് പ്രാണൻ്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ്. അതുകൊണ്ട് ഞാൻ പ്രാണരൂപിയായിരുന്നത് കൊണ്ട് ആ ഹൃദയത്തിൻ്റെ നടുക്കിരുന്നു കൊണ്ട് ഉദരത്തിൽ ജ്വലിക്കുന്ന ആ ജാഠരാഗ്നിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. യതഃ സമീപസ്ഥമപി ബഹുതരനാഡീമാർഗപ്രാപ്യത്വാത് ദൂരസ്ഥമിവ. ഈ ഹൃദയത്തിനും ഉദരത്തിനും ഇടയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല. ഹൃദയം ഈ ഭാഗത്തായിട്ട് വരും, ഇടതുവശത്തല്ല. ഈ ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ കേന്ദ്രം ശരീരത്തിൻ്റെ വലതുഭാഗത്താണ്. രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത്. ഈ ഞാനെന്നുള്ള അനുഭവം നമ്മുടെ ശരീരത്തിൻ്റെ അതിനെ ഒരു ഫ്രെയിം വർക്കായിട്ട് എടുത്ത് അതുമായിട്ട് തട്ടിച്ച് നോക്കിയ വലതുവശത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഞാനിനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കൈ ഈ വലതുവശത്താണ് ഇങ്ങനെ ഞാൻ കാണിച്ചാൽ എന്നെ ആരെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഞാൻ ഇപ്പുറത്തല്ല തട്ടുന്നത്, ശരീരത്തിൻ്റെ വലതുവശത്താണ്. കാരണം അവിടെയാണ് ഈ ഞാനിൻ്റെ കേന്ദ്രം. അപ്പം നമ്മളറിയാതെ ഈ വലതുഭാഗത്ത് മാറിൻ്റെ വലതുഭാഗത്താണ് നമ്മൾ തട്ടുന്നത്. നമ്മളറിയാതെ ആ സ്ഥാനത്ത് സൂചിപ്പിക്കുകയാണ് ഈ ഞാനിൻ്റെ കേന്ദ്രം എവിടെയാണ്. ചില ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നെ പറഞ്ഞു ഇങ്ങനെയാണ് അത്. അപ്പോൾ അത് ഞാനിൻ്റെ കേന്ദ്രമാണത്. അപ്പോൾ അതിന് ഈ ഉദരത്തിനും ഹൃദയത്തിനും തമ്മിൽ വലിയ അകലമില്ലെങ്കിലും ദൂരെയുള്ള ഒന്നിനെ പോലെയാണ് കണ്ടത് എന്ന് എന്തുകൊണ്ട് മുനി പറയുന്നു എന്ന് ചോദിച്ചാൽ, ബഹുതര നാഡീമാർഗപ്രാപ്യത്വാത്. ഇതിൻ്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള നാഡികളുണ്ട്. ആ നാഡികളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വേണം ഈ ജാഠരാഗ്നി ഇരിക്കുന്ന സ്ഥാനത്ത് എത്താൻ. അതുകൊണ്ട് അത് വളരെ ദൂരെയുള്ള ഒരു സ്ഥലം പോലെ ഈ മുനിക്ക് തോന്നി. ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ, കുറേ നേരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലം എത്തുമെങ്കിൽ അത് ദൂരത്തുള്ള സ്ഥലമായിരിക്കും. അടുത്തുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ ഈ നാഡികളിലൂടെ വളരെ ദൂരം സഞ്ചരിച്ച് വേണം ആ ജാഠരാഗ്നിയിൽ എത്താൻ. അതുകൊണ്ട് വളരെ വിദൂരതയിലുള്ള ഒരു സ്ഥലം പോലെ അല്ലെങ്കിൽ ഒരു കാഴ്ച പോലെ ആ ജാഠരാഗ്നിയെ മുനിയുടെ ജീവൻ അനുഭവിച്ചു. യഥേന്തും രാത്രൗ അർക്കരുഗ് പ്രാപ്നോതി തദ്വത്. എങ്ങനെയാണോ സൂര്യൻ്റെ പ്രകാശം രാത്രി ചന്ദ്രനിൽ എത്തുന്നത്, ചന്ദ്രനെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതുപോലെ ഇവിടെ വ്യാഖ്യാതാവ് ശ്രുതിയിൽ നിന്ന് വേറൊരു മന്ത്രം ഉദ്ധരിക്കുകയാണ്. തഥാച ശ്രുതി ഏതദ്ധി ബ്രഹ്മ ദീപ്യതേ യദാദിത്യോ ദൃശ്യത്തെ അധൈതൻ മ്രിയത്തെ യന്ന ദൃശ്യത്തെ തസ്യ ചന്ദ്രമസമേവ തേജോ ഗച്ഛതി ഇതി. ഏതദ്ധി ബ്രഹ്മ, ഈ ബ്രഹ്മം പരമാത്മാവ്, ദീപ്യത്തെ യഥാ ആദിത്യോ ദൃശ്യത്തെ, ആദിത്യൻ പ്രകാശിക്കുമ്പോൾ, ആദിത്യൻ കാണപ്പെടുന്ന വേളകളിൽ ഈ പരമാത്മാവ് തൻ്റെ പൂർണ്ണമായ പ്രകാശത്തിൽ ജ്വലിക്കുന്നു. അഥൈതൻ മ്രിയതേ, ഒരു ശരീരത്തെ വിട്ട് ജീവൻ പുറത്തേക്ക് കിടക്കുമ്പോൾ, മരിക്കുമ്പോൾ ഈ ആത്മാ അനുഭവം മങ്ങിപ്പോകുന്നു. കാരണം ഒരു അവ്യക്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. തസ്യ ചന്ദ്രമസേവ തേജോ ഗച്ഛതീരി. സൂര്യനെപ്പോലെ പ്രകാശിച്ചിരുന്ന ആത്മാവ് ചന്ദ്രനെപ്പോലെ പ്രകാശിക്കാൻ തുടങ്ങുന്നതാണ് മരണാവസ്ഥ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ ശക്തി, പ്രാണൻ്റെ ശക്തിയൊക്കെ തീവ്രതയൊക്കെ കുറഞ്ഞ് അത് മങ്ങി നേർത്ത് സൂര്യൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവും താരതമ്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്ര കണ്ട് വളരെ തീവ്രത കുറഞ്ഞ ഒന്നാണ് ഈ മരിക്കാൻ പോകുന്ന ഒരാളുടെ ഉള്ളിൽ ഉള്ള പ്രാണൻ. അതുകൊണ്ട് ദൂരെ
നിന്ന് ഞാൻ ഒരു ചന്ദ്രൻ്റെ പ്രഭ എങ്ങനെയാണോ തീവ്രത കുറഞ്ഞ് കാണപ്പെടുന്നത് അതുപോലെ ഈ ജാഠരാഗ്നിയെ കണ്ടു എന്നാണ്. യസ്യാസ്ത്രിഭുവനാദർശോ ദീപസ്ത്രൈലോക്യവസ്തുഷു സത്താ സർവപദാർത്ഥാനാം ജീവസ്തത്രാവതിഷ്ഠത്തെ. ഈ ഹൃദയത്തിനകത്ത് അഗ്നിജ്വാല പോലെ ജ്വലിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു ഈ ആത്മാവ്. അത് ത്രിഭുവനാദർശമാണ്. ആദർശം എന്നുള്ളതിന് ഐഡിയൽ, അയാളൊരു ആദർശവാദിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ആദർശം എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, കണ്ണാടി എന്നാണ് ആദർശം. എങ്ങനെയാണോ ത്രിഭുവനങ്ങളും ഈ ചിത്തിൽ പ്രതിഫലിക്കുന്നത്, ചിത്തിൽ ത്രിഭുവനങ്ങൾ കണ്ണാടിയിൽ വസ്തുക്കളെന്ന പോലെ പ്രതിഫലിക്കുന്നു എന്നാണ്. കാരണം കണ്ണാടി ഇല്ലാതെ പ്രതിബിംബം സാധ്യമല്ല. ത്രിഭുവനങ്ങൾക്കും കണ്ണാടി പോലെ വർത്തിക്കുന്നതാണ് ഈ ആത്മാവ്. ദീപസ്ത്രൈലോക്യ വസ്തുഷു, ത്രിഭുവനങ്ങളിലുമുള്ള സകല വസ്തുക്കൾക്കും വിളക്ക് എന്ന പോലെയാണ് ഈ ആത്മാവ് വർത്തിക്കുന്നത്. വിളക്കില്ലാതെ നമുക്കൊന്നിനെ കാണാൻ പറ്റില്ല. വസ്തുക്കളെ കാണാൻ നമ്മെ സഹായിക്കുന്നത് പ്രകാശമാണ്. പഴയ കാലത്ത് വിളക്കിനെയാണല്ലോ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പകലിൽ സൂര്യനും രാത്രിയിൽ ചന്ദ്രൻ, അഗ്നി അഥവാ വിളക്ക്, ഇതൊക്കെയായിരുന്നു മനുഷ്യർക്ക് കാണാൻ സഹായകങ്ങളായിരുന്നത്. ഇപ്പോൾ ത്രിഭുവനങ്ങളുടെ ആദർശം, ത്രിഭുവനങ്ങളും പ്രതിഫലിക്കുന്ന കണ്ണാടി പോലെയുള്ളതാണ് ഈ ആത്മാവ്. ത്രിലോകങ്ങളിലുമുള്ള വസ്തുക്കൾക്ക് അത് വിളക്കെന്ന പോലെ വർത്തിക്കുന്നു. സത്താ സർവപദാർത്ഥാനാം, സകല പദാർത്ഥങ്ങളുടെയും ഉണ്മ, കാതൽ, കഴമ്പ് എന്ന് പറയുന്നത് ഈ ആത്മാവാണ്. ഈ ആത്മതത്വത്തെ എടുത്തു മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും നമുക്ക് ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് ഒരു സംസാരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഈ സത്തയെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ നിന്ന് അതിൻ്റെ സത്തയെ, സാന്നിധ്യത്തെ, കഴമ്പിനെ, കാതലിനെ, അതിൻ്റെ എസൻസിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ വസ്തു ഇല്ല. വസ്തുക്കൾ ഉണ്ട് എന്നാണ് ജീവന്മാരുടെ അനുഭവം. എല്ലാറ്റിനെയും ഉണ്ട് എന്നാണ്, ശൂന്യതയെപ്പോലും ഉണ്ട് എന്നാണ് എല്ലാവരും അനുഭവിക്കുന്നത്. അനുഭവത്തിൽ ഇല്ല എന്നുള്ളത് സാധ്യമല്ല. പദാർത്ഥങ്ങളുടെ അഭാവമാണ് ഈ ശൂന്യത എന്ന് പറയുന്നത്. ആ ശൂന്യതയെപ്പോലും നാം ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. ഉറക്കത്തിൽ ആ ശൂന്യതയുടെ അനുഭവമാണ് ഓരോ ജീവനും ലഭിക്കുന്നത്. അപ്പോൾ ആ ഉണ്മ എന്നുള്ളത് അഴിവില്ലാത്തതാണ്. ഉണ്മയെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഉണ്മയെ ഒരു വസ്തുവിൽ നിന്ന് നീക്കിയാൽ ആ വസ്തു ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ ശൂന്യമായി പോവും. വസ്തു ശൂന്യമാകും എന്നുള്ളതല്ലാതെ അപ്പോഴും വസ്തുവിൻ്റെ ശൂന്യത ബാക്കി നിൽക്കും. ആ ശൂന്യതയെ ഉണ്ട് എന്ന് നാം അനുഭവിക്കാൻ തുടങ്ങും. അതല്ലേ ജാഗ്രതത്തിലും സ്വപ്നത്തിലും നാം വസ്തുക്കളെ, ദൃശ്യങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഗാഠനിദ്രയിൽ മനസ്സ് ലയിക്കുന്നതോടുകൂടി ദൃശ്യാനുഭവങ്ങളെല്ലാം അസ്തമിക്കുന്നു. ഇപ്പോൾ ശൂന്യതയുടെ അനുഭവമാണ്. ആ ശൂന്യതയെ നമ്മൾ ഉണ്ട് എന്നാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ശൂന്യതയെ അറിയുന്ന ഒരു വ്യക്തി ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് മാത്രമേ പറയൂ. കൂരിരുട്ടിൽ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഇരുട്ടിനെയാണ് കാണുന്നത്. ഇരുട്ടിനെ കാണുന്ന ഒരാൾ പറയുന്നത് എനിക്കൊന്നും കാണാൻ വയ്യ എന്നാണ്. തെറ്റാണ്. നിങ്ങൾ ഇരുട്ടിനെയാണ് കാണുന്നത്. ഇരുട്ടിനെ കാണുന്നയാൾ സ്വാഭാവികമായിട്ട് ഞാനൊന്നും കാണുന്നില്ല എന്നേ പറയും. കാരണം ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തുവല്ല. നമ്മളൊന്നിനെ കാണുന്നു എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, ആകൃതി, നിറം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. എന്നാലേ നമുക്ക് കാണുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവും. ഇരുട്ടിനെ കാണുന്ന ഒരു വ്യക്തി ഞാൻ ഒന്നും കാണുന്നില്ല എന്നായിരിക്കും പറയുക. ഇതുപോലെ നമ്മൾ ശൂന്യതയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഗാഠനിദ്ര അഥവാ സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയിൽ അനുഭവം ഒടുങ്ങുകയല്ല ചെയ്യുന്നത്, ശൂന്യതയെ നാം അനുഭവിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്.
ഇത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിൻ്റെ അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, അനുഭവത്തിൻ്റെ വിഷയമായി മാറുന്നു ശൂന്യത. ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നും അറിയുന്നില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നാണ്. ഒന്നുമില്ലായ്മയെ നിങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ്, ആ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഇല്ലായ്മയെ നാം അനുഭവിച്ചു. കാരണം ആത്മാവിൻ്റെ അനുഭവിക്കാനുള്ള കഴിവ് അത് അനുഭവ സ്വരൂപമായതാണ്. അതിൻ്റെ അനുഭവം നിലയ്ക്കുകയില്ല. ഒടുങ്ങാത്ത അനുഭവത്തിൻ്റെ പേരാണ് ഈ ആത്മാവ്. ഒടുങ്ങാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഒടുങ്ങാത്ത അസ്തിത്വം എന്നാണ് അർത്ഥം. അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഉണ്മ. അതായത് ഈ ആത്മാനുഭവത്തിന് ഒരിക്കലും നഷ്ടം സംഭവിക്കുന്നില്ല, അത് കൂടുന്നില്ല, കുറയുന്നില്ല. അത് അഴിവില്ലാത്തതാണ്, ശാശ്വതമാണ്, അനശ്വരമാണ്. ആ അനശ്വരമായ ആത്മസത്തയാണ് ഞാൻ എന്ന ജീവഭാവങ്ങളായി പല ശരീരങ്ങളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്.